അമ്മയ്ക്കരികിലിരുന്നാലുള്ളിൽ എന്തൊരു സന്തോഷം, ആത്മാവിന്നകതാരിൽ നിറയും എന്തൊരാനന്ദം. അമ്മയ്ക്കരികിലിരുന്നാലുള്ളിൽ എന്തൊരു സന്തോഷം, ആത്മാവിന്നകതാരിൽ നിറയും എന്തൊരാനന്ദം. സങ്കടമാകും ചെങ്കടലെല്ലാം നീങ്ങിപ്പോകുന്നു, അമ്മയോടൊപ്പം കുരിശിൻ തണലിൽ അഭയം ചേർന്നിടാം. സങ്കടമാകും ചെങ്കടലെല്ലാം നീങ്ങിപ്പോകുന്നു, അമ്മയോടൊപ്പം കുരിശിൻ തണലിൽ അഭയം ചേർന്നിടാം. അമ്മയ്ക്കരികിലിരുന്നാലുള്ളിൽ എന്തൊരു സന്തോഷം, ആത്മാവിന്നകതാരിൽ നിറയും എന്തൊരാനന്ദം. കാനായിലെ ഒരു ഭവനത്തിൽ അന്ന് അമ്മയണഞ്ഞല്ലോ, വീഞ്ഞതു തീർന്നു യേശുവിനോടായ അമ്മ പറഞ്ഞല്ലോ. കാനായിലെ ഒരു ഭവനത്തിൽ അന്ന് അമ്മയണഞ്ഞല്ലോ, വീഞ്ഞതു തീർന്നു യേശുവിനോടായ അമ്മ പറഞ്ഞല്ലോ. നമ്മുടെ ജീവിത കുറവുകളിൽ ഇന്ന് അമ്മ കടന്നു വരും, യേശുവിനോടായി നമ്മൾക്കെന്നും മാധ്യസ്ഥം നൽകും. നമ്മുടെ ജീവിത കുറവുകളിൽ ഇന്നമ്മ കടന്നു വരും, യേശുവിനോടായി നമ്മൾക്കെന്നും മാധ്യസ്ഥ്യം നൽകും. അമ്മയ്ക്കരികിലിരുന്നാലുള്ളിൽ എന്തൊരു സന്തോഷം, ആത്മാവിന്നകതാരിൽ നിറയും എന്തൊരാനന്ദം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരു പുതിയ ദിവസത്തിലേക്ക്, ഓഗസ്റ്റ് 15 സ്വർഗാരോപണ തിരുനാളിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഈ ദിവസങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ വെളിപ്പെടുവാൻ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് നമുക്കൊരു ബ്രേക്ക് വന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ 9 ഫലങ്ങൾ ധ്യാനിക്കാൻ ശ്രമിക്കുകയായിരുന്നു. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, ഇവിടം വരെ എത്തിയായിരുന്നു. 5 ഫലങ്ങൾ നമ്മൾ പറഞ്ഞിടത്താണ് ഇന്നലെ ഓഗസ്റ്റ് 4 വൈദികരുടെ തിരുനാൾ, വിയാനി പുണ്യാളൻ്റെ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പൗരോഹിത്യത്തെക്കുറിച്ച് ഇന്നലെ ചിന്തിച്ചത്. ഇന്ന് വീണ്ടും നമ്മൾ 6ാമത്തെ ഫലത്തിലേക്ക് എത്തുകയാണ്. നമ്മളിത് മലയാളത്തിൽ വായിക്കുന്നത് നന്മ എന്നാണ്. നന്മ എന്ന് പറയുമ്പോൾ കുറേ അധികം അബ്സ്ട്രാക്റ്റായി പോയോ എന്ന് സംശയമുണ്ട്. കാരണം ഇംഗ്ലീഷിൽ ആ വാക്ക് ജനറോസിറ്റിയാണ്. ജനറോസിറ്റി എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഈ നൽകലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നൽകുന്നതുമായിട്ട്, ഉദാരത എന്നൊക്കെ പറയും. ഉദാരമായിട്ട് കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അതുകൊണ്ട് ഈ ജനറോസിറ്റി, ഈ നന്മ, അത് ഈ നൽകലുമായിട്ട് ബന്ധപ്പെട്ട ഒന്നായിട്ട് മനസ്സിലാക്കി വെക്കുക, അതിനെ അങ്ങനെ അറിയുക. അല്ലെങ്കിൽ നന്മ എന്ന് വെച്ചാൽ അത് അതിൽ തന്നെ എങ്ങനെ മനസ്സിലാക്കും? ഇങ്ങനെയാണത്, ഈ കൊടുക്കലുമായിട്ട് ആണ് ബന്ധപ്പെട്ടത്. കൊടുക്കണം, അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. പങ്കുവെക്കണം, അപരന് സമ്മാനിക്കണം. അപ്പം നൽകണമെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ട ചിന്ത എന്താണ്? അതായത് നമുക്ക് നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കഴിവുകൾ ഒക്കെ മറ്റുള്ളവർക്ക് നൽകണമെങ്കിൽ അതിനാദ്യം ഉണ്ടാകേണ്ട ചിന്ത എന്താണ്? ആദ്യം ഉണ്ടാകേണ്ട ചിന്ത എല്ലാം എനിക്ക് നൽകപ്പെട്ടതാണ് എന്ന് ചിന്തിക്കണം. പ്രിയമുള്ള ദൈവജനമേ, ഇത് നമുക്ക് ഈ ജനറോസിറ്റി അല്ലെങ്കിൽ ഈ നൽകൽ എന്നൊക്കെ പറയുന്നത് നമ്മളങ്ങനെ അധികം ഉള്ളത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ഞാൻ തന്നെ അധികം അങ്ങനെ നമ്മൾ ഇരുന്ന് ചിന്തിച്ചിട്ടുള്ളതല്ല. നമ്മുടെ സ്ഥിരം ധ്യാന വിഷയങ്ങളുടെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ശ്രദ്ധ കൊടുക്കണം ഇത് മനസ്സിലാക്കണമെങ്കിൽ. ലളിതമായി പറയാം, പക്ഷെ ശ്രദ്ധിച്ചിരിക്കണം. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഉദാരത, നൽകുക എന്നുള്ളത്. അപ്പോൾ ഈ നൽകണമെങ്കിൽ, നൽകാൻ മനസ്സുണ്ടാകണമെങ്കിൽ അതിനാദ്യം നമ്മുടെ തലയിൽ കയറേണ്ട ചിന്ത എല്ലാം എനിക്ക് നൽകപ്പെട്ടതാണ് എന്നതാണ്. ഞാൻ ഇങ്ങനെ കൈനീട്ടി വാങ്ങിച്ചതാണ് എല്ലാം. അങ്ങനെ എല്ലാം എനിക്ക് നൽകപ്പെട്ടതാണെങ്കിൽ ഞാൻ നൽകണം. അപ്പോഴാണ് നൽകപ്പെട്ടില്ലേ, അപ്പം നമുക്ക് നൽകിയ ആളുടെ ഉദ്ദേശം പൂർണ്ണമാവുകയുള്ളൂ. ആരാത്? ദൈവം. എല്ലാം എനിക്ക് നൽകിയതാണ്. ബൈബിളിൽ ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട്, സ്റ്റുവാർഡ്ഷിപ്പ് എന്ന് വെച്ചാൽ കാര്യസ്ഥത. എല്ലാം എനിക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. ആര്? എൻ്റെ കർത്താവ്. അപ്പം എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച എൻ്റെ കർത്താവിൻ്റെ ഉദ്ദേശം എന്താണ്? ഇത് നീ മറ്റുള്ളവരുമായി പങ്കുവെക്കുക എന്നതാണ്. അപ്പോൾ പിന്നെ അത് ചെയ്യാതിരിക്കാൻ നമുക്കൊരു ഓപ്ഷനുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ നൽകൽ, കൊടുക്കൽ എന്തോ വലിയ ഔദാര്യമാണ്, ഞാൻ ചെയ്യുന്ന എന്തോ സ്പെഷ്യൽ ആക്റ്റാണ് എന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല. മറിച്ച് ഇതെൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് കൊടുത്തേ പറ്റൂ. കാരണം നമുക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൽ എടുത്തോ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഞാൻ ഈ പറയാൻ ശ്രമിച്ച ആശയം വളരെ കൃത്യമായിട്ട് ദൈവം തമ്പുരാൻ അബ്രാഹത്തിനോട് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം തൊട്ടാണല്ലോ അബ്രാഹാം ആരംഭിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവം അബ്രാഹത്തോട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. എന്ന് വെച്ചാൽ ഡബ്ലിംഗ് ആണ്, ഈ അനുഗ്രഹത്തിൻ്റെ ഇരട്ടിപ്പാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഇനി എന്ത് സംഭവിക്കും? നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇത് നടക്കുന്നത് എപ്പോഴാണ്? ഈ ഉദാരത ശീലിക്കുമ്പോഴാണ്. കൊടുക്കാനുള്ള മനസ്സാണ്. നമ്മളതിനെ വിഷ്വലൈസ് ചെയ്യണം. ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു, ദൈവം എന്നെ അനുഗ്രഹിച്ചു, അനുഗ്രഹത്തിൻ്റെ പാത്രമായി ഞാൻ മാറി. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഒരു അനുഗ്രഹമായിരിക്കണം. വേറൊരാളുടെ ജീവിതത്തിൽ ഞാൻ ഒരു അനുഗ്രഹമായിരിക്കണം. അപ്പോൾ ഈ ലഭിച്ചവർ, കിട്ടിയവർ കൊടുക്കാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ കിട്ടിയ തോതനുസരിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കണമെന്ന്. അതവിടെ ഉണ്ട്. അങ്ങനെ അതെന്നാ വർത്തമാനമാണ് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ കൊടുക്കണോ? എല്ലാവരും കൊടുക്കുന്ന പോലെയൊക്കെ കൊടുത്താൽ പോരെ? എല്ലാവരും അത്രേ കൊടുത്തുള്ളൂ. ചില കാര്യങ്ങൾക്കൊക്കെ, ചില ചാരിറ്റി
ഒക്കെ നമ്മളിങ്ങനെ അച്ഛന്മാർ ചിലപ്പോൾ പള്ളിയിൽ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഘടനകളൊക്കെ മുന്നിട്ടിറങ്ങും, അപ്പം ഇങ്ങനെ പിരിവിനിറങ്ങും. അപ്പം നമ്മൾ കൊടുക്കാൻ പോവാണ്. കൊടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ചിന്ത അപ്പുറത്തെ വീട്ടുകാർ എത്ര കൊടുത്തു, പിള്ളേരോട് ചോദിക്കും, അവരെത്ര തന്നു, ഇത്ര, അതിനപ്പുറത്തെ വീട്ടുകാർ എത്ര തന്നു, ഇത്ര. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളും അത്രയും കൊടുത്താൽ പോരെ? അങ്ങനെയല്ല അതിൻ്റെ പ്രപ്പോർഷൻ. കിട്ടിയതിന് ആനുപാതികമായി കൊടുക്കണം. ലൂക്ക 12:48, ലൂക്ക 12:48 അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. അതായത് നമുക്ക് ലഭിച്ചതിന് ആനുപാതികമായിട്ട് കൊടുക്കണം. അത് കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. നമുക്ക് ലഭിച്ചതിന് ആനുപാതികമായി മനസ്സു നിറഞ്ഞ് കൊടുക്കണം. സുഭാഷിതമുണ്ട്, സുഭാഷിത പുസ്തകം 11-ാം അധ്യായം, സുഭാഷിതങ്ങൾ 11-ാം അധ്യായം. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, സുഭാഷിതം 11:25: ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും, ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും. ഈ കൊടുക്കാനുള്ള മനസ്സ്, പിടിച്ചു വയ്ക്കാതെ കൊടുക്കാനുള്ള മനസ്സ്, അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. ഈ ഫലം നമ്മളിൽ നിറയാൻ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കൂടെ ഇങ്ങനെ കൊച്ചു കൊട്ട് തന്നുകൊണ്ടിരുന്നത് ഇത്തരം വിഷയങ്ങളാണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ ഭക്തിയുടെ കാര്യത്തിൽ വളരെ പക്കയാണ്. ഭക്തിയുടെ കാര്യത്തിൽ വളരെ പക്കയാണ്. ഒരു ഞായറാഴ്ച പോലും കുർബാന മുടക്കില്ല. എന്തു നല്ല കാര്യമാണ്. എല്ലാ ഞായറാഴ്ചയും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ളവർ ചിലപ്പം 10 രൂപ 20 രൂപ നേർച്ച ഇടുമ്പോൾ ഞാൻ 500-ൽ കുറയാതെ നേർച്ചയിടും. അയ്യോ, എന്ത് നല്ല മനുഷ്യനാണ്. ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഇനി ആളുകൾ ഇങ്ങനെ നമ്മളെ ആഗ്രഹത്തോടെ നോക്കുകയാണ്. അപ്പോൾ കൊടുക്കാൻ മനസ്സുണ്ടോ? അങ്ങനെ കൊടുക്കാൻ മനസ്സുണ്ടോ? അത് ആ ജനറോസിറ്റി, ആ കൊടുക്കാനുള്ള. പിന്നെ ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിനകത്ത് വേറൊരു അപകടമുണ്ട്. ഈ മനുഷ്യരെ കൊടുത്ത് കൊല്ലരുത്, അങ്ങനെ ചെയ്യരുത്. ഈ കൊടുത്തില്ലാണ്ടാക്കരുത്. അതെങ്ങനെയെന്നറിയാമോ? ഈ ചില അത്തരം അഭ്യാസങ്ങൾ കാണിക്കുമ്പോൾ നമുക്കും കൂടെ അപമാനം തോന്നുകയാണ്, നമ്മളെ കൂടെ നാണക്കേട് തോന്നുകയാണ്. എന്ന് വെച്ചാൽ ചിലർ ഈ കൊടുക്കലിനെ വലിയ ആഘോഷമാക്കി മാറ്റും. ചിലപ്പോൾ കഷ്ടം തോന്നും. ഇപ്പോൾ ഒരു കിറ്റ്, നമ്മുടെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ദുരിതങ്ങൾക്ക് പഞ്ഞമില്ലാത്തത് കൊണ്ട് കിറ്റ് വിതരണം ആഘോഷമായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു വർഷമായിട്ട് ഒരു സമാധാനമുള്ളത്. നേരത്തെ വെള്ളപ്പൊക്കം, ഉരുളുപൊട്ടൽ, കോവിഡ്, അങ്ങനെ ദുരിതങ്ങൾക്ക് പഞ്ഞമില്ലാതിരുന്നുകൊണ്ട് കിറ്റ് വിതരണം ആഘോഷമായിട്ട് നടക്കും. ഇനി ഈ കിറ്റ് വിതരണവും അത്തരം അഭ്യാസങ്ങളുടെ ഒരു ഷോ ഓഫാണ് സഹിക്കാൻ പറ്റാത്തത്. എന്ന് വെച്ചാൽ 1000 രൂപയുടെ കിറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് കൊടുക്കാൻ വേണ്ടി ഇതിന് മുമ്പേ ഒരു ഫ്ലെക്സ്, ഇത് കൊടുക്കുമ്പോൾ ഒരു ഫോട്ടോ, കൊടുത്തു കഴിഞ്ഞൊരു വാർത്ത, അത്രയങ്ങോട്ട് കൊടുക്കലിനെ ആഘോഷമാക്കിയിട്ട് ഈ വാങ്ങുന്നവൻ്റെ ആത്മാഭിമാനത്തെ തകർത്ത് കളയരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നീ കൊടുക്കുന്നത് എന്തുദ്ദേശത്തോടെയാണ്? നിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ? അതോടുകൂടി അതിൻ്റെ പുണ്യം പോയി. നീ കൊടുക്കുന്നത് 4 പേര് നീ കൊടുത്തെന്ന് കവലയെ പറയുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിന് വേണ്ടിയിട്ടോ? കൊടുത്തതിൻ്റെ പുണ്യം പോയി. നീ കൊടുക്കേണ്ടത് ഒറ്റ കാര്യം കൊണ്ടാണ്. നമ്മുടെ മനസ്സിൽ ആ കാര്യത്തിൽ ക്ലാരിറ്റി വരണം. എന്തുകൊണ്ട് ഞാൻ ഉദാരമായി പങ്കുവയ്ക്കണം? ഒറ്റ കാര്യം, എൻ്റെ ദൈവം എനിക്ക് ഉദാരമായി തന്നു. ആ ഒറ്റ കാരണമേ ഉള്ളൂ. എൻ്റെ ദൈവം എനിക്ക് ഉദാരമായി തന്നതുകൊണ്ട് ഞാൻ ഉദാരമായി കൊടുക്കുന്നു. അതിനകത്ത് വേറൊരു മോട്ടീവ് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് കൊറിന്തോസുകാർക്കുള്ള 2-ാം ലേഖനത്തിൻ്റെ 9-ാം അധ്യായം 7-ാമത്തെ വാക്യം, 7-8 വാക്യങ്ങൾ നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉപകരിക്കേണ്ടതാണ്. ഇങ്ങനെയാണ്: ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. അടുത്തത്, അങ്ങനെ സന്തോഷപൂർവ്വം നൽകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. നീ നൽകി തുടങ്ങുമ്പോഴുണ്ടല്ലോ, നിന്റെ പാത്രത്തിൽ നിന്ന്, ഇത് നിങ്ങൾ ശ്രമിച്ചു നോക്കിക്കോ, നിന്റെ പാത്രത്തിൽ നിന്ന് നീ എടുത്ത് ആർക്കെങ്കിലും കൊടുത്തു തുടങ്ങുമ്പോൾ സന്തോഷത്തോടെ നീ കഴിക്ക്, നീ എടുക്ക്, നീ വളര് എന്ന് പറഞ്ഞ് കൊടുത്തു തുടങ്ങുമ്പോൾ നിന്റെ പാത്രം വറ്റിപ്പോകാതെ ദൈവം നോക്കും. അതാണ് ഈ ഉദാരമായി കൊടുക്കുമ്പോഴുള്ള നന്മ. പ്രിയമുള്ള ദൈവജനമേ, ഇന്നത്തെ ശുശ്രൂഷയിൽ ഞാൻ പറയാൻ ശ്രമിച്ചത് ഈ നന്മ എന്ന് നമ്മൾ വിളിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ
ആറാമത്തത് നന്മ എന്ന് വിളിക്കുന്നത്, അത് നന്മ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ കൃത്യം കിട്ടില്ല. അത് ജനറോസിറ്റിയാണ്. ജനറോസിറ്റി എന്ന് വെച്ചാൽ നൽകലാണ്. നമ്മൾ നൽകാൻ കടപ്പെട്ടവരാണ്, കാരണം നമ്മൾ കിട്ടിയവരാണ്. കിട്ടിയവർ കൊടുക്കണം, കിട്ടിയതിനാനുപാതികമായി കൊടുക്കണം, സന്തോഷത്തോടെ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ നിന്റെ പാത്രം താന്നു പോകാതെ കർത്താവ് നിന്നെ കാക്കും, അത് ഉറപ്പാണ്. പക്ഷേ അപ്പോൾ കിട്ടിയിട്ട് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അതായിരിക്കും മോട്ടീവ് എന്താണ്? കർത്താവ് തന്നു, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നു. അപ്പോൾ എന്താ അച്ചോ കൊടുക്കേണ്ടത്? ഒരുപാടുണ്ട്. നമുക്ക് പ്രാക്ടിക്കലായിട്ട് നോക്കിയാലുണ്ടല്ലോ, ആദ്യം കൊടുക്കാൻ പറ്റുന്ന കാര്യം, ചിലവില്ലാതെ കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം പറയട്ടെ, അതൊന്ന് പ്രാക്ടീസ് ചെയ്യാവോ? ചിലവില്ലാതെ അപരന് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, നല്ല വാക്ക്. നല്ല വാക്ക്, ഒരു ചിലവുമില്ലല്ലോ. നല്ല വാക്ക് പറ പരസ്പരം. പണ്ടൊരു സിനിമ ഇറങ്ങിയത് ഓർമ്മയുണ്ട്. ആ സിനിമയുടെ പോസ്റ്റർ ഇങ്ങനെയായിരുന്നു: നല്ല വാക്ക് നിങ്ങൾ എന്തിന് സൂക്ഷിച്ചു വയ്ക്കുന്നു, സ്വർഗത്തിൽ ചെന്ന് പറയാനോ? നല്ല ചോദ്യമാണ്. നല്ല വാക്കുകൾ നിങ്ങൾ എന്തിന് സൂക്ഷിച്ചു വയ്ക്കുന്നു, സ്വർഗത്തിൽ ചെന്ന് പറയാനോ? ചിലരുടെ മട്ടും ഭാവം കൊണ്ട് അങ്ങനെ തോന്നും, ഈ ഭൂമിയിൽ ഞാനൊരു നല്ല വാക്കും പറയില്ല, എല്ലാ നല്ല വാക്കും പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ സ്വർഗത്തിൽ ചെന്ന് പറയാൻ വേണ്ടിയിട്ട്. നല്ല വാക്ക് പറയുന്നേ. നമ്മുടെ ചുറ്റും എന്തുമാത്രം നന്മകൾ നടക്കുന്നുണ്ട്. അത്തരം നന്മകൾ ചെയ്യുന്നവരോട്, നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരോട് ഒരു നല്ല വാക്ക് ഉദാരമായി പറ. 2, നിൻ്റെ സമയം കൊടുക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ഉദാരമായി കൊടുക്കുക. നമ്മളൊക്കെ തിരക്കുള്ളവരാണ് അല്ലേ, വെപ്രാളപ്പെട്ട് കിടന്ന് ഓടുന്നവരാണ്. അപ്പോൾ സമയത്തിൻ്റെ വാല്യൂ ഭയങ്കരമാണ്. അപ്പോൾ എൻ്റെ സമയത്തിൻ്റെ കുറച്ച് നേരം ഒരാളുടെ ചാരത്തിരുന്ന് ഇങ്ങനെ ചേർത്ത് പിടിച്ച് അയാളെ കേൾക്കാൻ, അയാളുടെ സങ്കടങ്ങൾക്ക് കാതോർക്കാൻ, ഒരു നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഒക്കെ സമയം കണ്ടെത്തുമ്പോൾ ഉദാരമായി ഞാൻ സമയം കൊടുക്കുന്നു. എൻ്റെ ദൈവം എനിക്ക് എന്തുമാത്രം സമയം തന്നിരിക്കുന്നു, അവൻ്റെ സമയം. അടുത്തത് എൻ്റെ കഴിവ്, എൻ്റെ സമ്പത്തൊക്കെ ഒരുപാട് ഈ കെട്ടിപ്പൂട്ടി വെക്കരുത്. ഒരുപാട് ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കരുത്. ദൈവകോപമുണ്ടാകും. അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഒരുപാട്, കാരണം ദൈവം നിന്നെ കാര്യസ്ഥനായി ഏൽപ്പിച്ചതാണ്. ഈ സമ്പത്ത് കൊണ്ട് ഒരുപാട് പേർക്ക് ആശ്വാസം കിട്ടേണ്ടതാണ്. നിൻ്റെ ആവശ്യത്തിനുള്ളത് തീർച്ചയായിട്ടും നിൻ്റെ ഭാവി, നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി, അതിനെക്കുറിച്ചൊക്കെ ഒരു കൺസേൺ ഉണ്ടാകണം. അപ്പോൾ നിനക്കറിയാമല്ലോ, ഇതെല്ലാം കഴിഞ്ഞാലും ഇനിയുമുണ്ട് സമൃദ്ധമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തുടങ്ങ്, ഒട്ടും കുറയില്ല. കർത്താവ് പറയുന്നില്ലേ, അമർത്തി കുലുക്കി നിറച്ച് കൊള്ളിച്ച് നിൻ്റെ മടിയിലിട്ട് തരും. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഹോംവർക്ക്, ഉദാരമായി കൊടുക്കാനാകുന്നവയെക്കുറിച്ച് ആലോചിക്കുക. നിനക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ആലോചിക്കുക. അതിൽ ചിലതെങ്കിലുമൊക്കെ ചെയ്യുക. എന്തൊക്കെ ഉദാരമായി ഒരു നല്ല വാക്ക്? ഉറപ്പായിട്ടും കൊടുക്കാൻ പറ്റില്ലേ? നിൻ്റെ സമ്പത്ത്, നിൻ്റെ സമയം ഉദാരമായി കൊടുക്കാൻ പറ്റുന്നവ, എനിക്ക് പറ്റുന്നവ എന്തൊക്കെയെന്ന് ആലോചിച്ച് അത് ചെയ്യുക. ഏത് വിചാരത്തോടെ? എൻ്റെ ദൈവം എനിക്കെല്ലാം ഉദാരമായി തന്നു, അതുകൊണ്ട് ഞാൻ കൊടുക്കും. നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി: മറ്റുള്ളവരുടെ നന്മ പറയുക, ഉള്ളത് പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇടയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും എന്നേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
ഈശോയെ, അനുഗ്രഹങ്ങൾ നിരവധി എൻ്റെ മേൽ ചൊരിയുന്ന എൻ്റെ കർത്താവേ, നിനക്ക് ആരാധന. ഈശോയെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധിയായ കൃപകൾക്ക്, ഞങ്ങൾക്ക് നൽകുന്ന നിന്റെ ഈ സ്നേഹ സാന്നിധ്യത്തിന് ഈശോയെ നിനക്ക് നന്ദി. കർത്താവേ, ഇന്ന് ഞങ്ങൾ ധ്യാനിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ നന്മ, ജനറോസിറ്റി, ഉദാരത ഞങ്ങളിൽ ഉണ്ടാകുവാനാണ്. ഉദാരപൂർവം നൽകുവാനുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങനെ നൽകുവാൻ ഞങ്ങൾക്കൊരു തിരിച്ചറിവ് കിട്ടണം. എല്ലാം ഞങ്ങൾക്ക് ദാനമായി നൽകപ്പെട്ടതാണെന്ന്. ഈശോയെ, എല്ലാം ദാനമായി നൽകപ്പെട്ടതാന്നുള്ള വലിയ തിരിച്ചറിവിൽ ഞങ്ങൾക്കുള്ളതൊക്കെ പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തന്നെ ഒരുക്കട്ടെ. ഈശോ, നീ തന്നതല്ലാതെ ഞങ്ങൾക്കെന്തുണ്ട്? എല്ലാം നീ ഞങ്ങൾക്ക് നൽകിയതാണ്. നീ ഞങ്ങൾക്ക് നൽകിയതിന് ആനുപാതികമായി പങ്കുവെക്കണമെന്ന് ഞങ്ങൾ കേട്ട് മനസ്സിലാക്കുകയായിരുന്നു. അധികമായി നൽകപ്പെട്ടവരിൽ നിന്ന് അധികമായി ആവശ്യപ്പെടും. കർത്താവേ, ഞങ്ങളൊക്കെ അധികം ലഭിച്ചവരാണ്. ഞങ്ങൾക്ക് ലഭിച്ചിടത്തോളം സൗഭാഗ്യങ്ങൾ മറ്റാർക്കാണ് കർത്താവേ? നിന്റെ സാന്നിധ്യം, വിശുദ്ധ കുർബാന, വിശുദ്ധ കൂദാശകൾ, വചനം എല്ലാം അധികം ലഭിച്ചവരാണ് ഞങ്ങൾ. കർത്താവേ, അധികം ലഭിച്ച ഞങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് പങ്കുവെക്കുന്നില്ല എന്നതാണ് ഞങ്ങൾക്ക് പറ്റുന്ന പിഴവ്. കർത്താവേ, പൊറുക്കണമേ. ഉദാരതയോടെ നൽകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയെ, അത് ഞങ്ങളുടെ വാക്ക്, ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ കഴിവുകൾ, ഞങ്ങളുടെ സമ്പത്ത് ഒക്കെ ഉദാരപൂർവം നൽകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയെ, അങ്ങനെ നൽകുവാൻ ഞങ്ങൾക്ക് ആ തിരിച്ചറിവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. നീ തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഉള്ളതൊക്കെ പങ്കുവെക്കാൻ ഞങ്ങൾക്ക് സ്വാഭാവികമായും കഴിയുമല്ലോ. കർത്താവേ, നീ തന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്നതൊന്നും ഞങ്ങൾക്കുണ്ടാകുമായിരുന്നില്ല എന്ന്. ഈശോ, ഒരുപക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലായിരിക്കും, മുതിർന്ന തലമുറയ്ക്ക് അറിയാം. കർത്താവേ, പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും ഒരു പൂർവ്വകാലം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നീ ഞങ്ങളെ കരം പിടിച്ച് ഉയർത്തിയതാണ്. ഞങ്ങളുടെ അധ്വാനങ്ങളോട് ചേർന്ന് നിന്റെ അനുഗ്രഹം ചൊരിയപ്പെട്ടതുകൊണ്ട് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്ക് ഞങ്ങളൊക്കെ ഉയർന്നതാണ്. പക്ഷേ ആ ഉയർച്ചയ്ക്കപ്പുറം പൂർവ്വകാലത്തെ ഞങ്ങൾ സൗകര്യപൂർവം വിസ്മരിച്ചു കളയുന്നുണ്ട്. ഈശോ, സാധാരണത്വങ്ങളിൽ നിന്ന്, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഉയർത്തിയത് നീയാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടാകട്ടെ. എൻ്റെ സഹനകാലം നിൻ്റെ സ്നേഹമറിയാനായി നീ ഒരുക്കിയതാണെന്നും അവിടെ നിന്ന് നീ എന്നെ വീണ്ടെടുത്തുവെന്നുമുള്ള തിരിച്ചറിവ് എനിക്കുണ്ടാകട്ടെ. ഇത്രമേൽ എന്നോട് സ്നേഹം കാട്ടുന്ന കർത്താവേ, എന്തു നൽകും ഞാൻ നിനക്ക് പകരമായി? എൻ്റെ ജീവിതം ഉദാരപൂർവം മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്ന എൻ്റെ ജീവിത ശൈലി, കർത്താവേ, നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാനിതാ സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൈപിടിച്ചു നടത്തും
നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഈശോയെ, എല്ലാം നീ നൽകിയ ദാനമാണെന്ന് തിരിച്ചറിവിൽ ജീവിക്കുവാൻ, ഉള്ളതൊക്കെ പങ്കുവയ്ക്കുവാൻ, കൊടുക്കുമ്പോൾ കുറയുകയല്ല കൂടുകയാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനംപ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോ, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണനേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരുടെ കൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ.
ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങെന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അരുളുണ്ടായിരിക്കണമേ. അമലോത്ഭവ മറിയത്തിന്റെ കറയില്ലാത്ത ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. എന്തൊരു സന്തോഷം, ആത്മാവിനകതാരിൽ നിറയും എന്തൊരാനന്ദം. അമ്മക്കരികിലിരുന്ന